കുമളിയിൽ വീണ്ടും ലഹരിവേട്ട. റോസാപ്പൂക്കണ്ടത്തിന് പുറമെ 1-ാം മൈലിലും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 1/2 കോടിയിലധികം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് 2 സ്ഥലങ്ങളിൽ നിന്നുമായി എക്സൈസ് സംഘം കണ്ടെത്തിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. കുമളി റോസാപ്പൂക്കണ്ട ഭാഗത്തെ വർക്ക്ഷോപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള വാഹനത്തിൽ നിന്ന് 30,000 പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കളും 1-ാം മൈലിലെ വർക്ക്ഷോപ്പിൽ നിന്ന് 6,000 പാക്കറ്റ് നിരോധിത ഉൽപ്പന്നങ്ങളും പിടികൂടി. റോസാപ്പൂക്കണ്ടത്തെ വർക്ക്ഷോപ്പിൽ ചാക്കുകൾ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പാട്ടത്തിനടുത്ത സ്ഥലത്ത് വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്ന ഉടമയെ വിളിച്ചു വരുത്തി എക്സൈസ് ചോദ്യം ചെയ്തെങ്കിലും ഇയാൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് മൊഴി നൽകിയത്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടികൂടുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 1-ാം മൈലിലും വർക്ക്ഷോപ്പ് ഉടമയെ ചോദ്യം ചെയ്തെങ്കിലും പങ്കില്ലെന്നാണ് മൊഴി. 37,000 ഇവിടെ 6,000 രണ്ടും കൂടെ 42,945 പാക്കറ്റാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് വിപണിയിൽ ഏകദേശം ഒരു 35-40 ലക്ഷം രൂപയോളം വില വരുന്നതാണ്. ചില്ലറ വിൽപ്പനയ്ക്ക് അതിലും കൂടുതൽ വില വരും. ഓരോ ഭാഗത്തും ആവശ്യക്കാർക്ക് അനുസരിച്ചാണ്, അത്യാവശ്യം അനുസരിച്ച് വില കൂടി കച്ചവടക്കാർ വിൽക്കുന്നതാണിത്. പീരുമേട് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജ്, വണ്ടിപ്പെരിയ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ശ്യാം, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജ്കുമാർ, ജിജെ കെ ഗോപാൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജീവ് ഭാസ്കർ, രാജുദുരൈ, അജിത്, പ്രവീൺ, ജെയിംസ് കട്ടിക്കാട്ട്, ദീപകുമാർ, MD എന്നിവരുള്ള സംഘമാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. ഇടുക്കി വിഷൻ, കുമളി.